ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇന്റർസ്റ്റെല്ലർ, ഓപ്പൻഹൈമർ അല്ലെങ്കിൽ ഇൻസെപ്ഷൻ. പക്ഷേ എനിക്കിപ്പോഴും ഇതൊന്നും അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഒരു 5-6 വർഷം മുമ്പാണ് ഞാൻ ഈ മൂവി കാണുന്നത്. ആ സമയത്ത് ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേ കണ്ടിട്ട് ഞാൻ ടോട്ടലി അമേസ്ഡ് ആയി പോയിട്ടുണ്ട്. ഈ മൂവി എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിലാണ് കഥ പറയുന്നത്. അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നിന്നും തീരുന്നത് ഈ സിനിമയുടെ ബിഗിനിങ്ങിലുമാണ്. അങ്ങനെയാണ് ഈ മൂവി പോകുന്നത്. ആൻഡ് ഈ സ്ക്രീൻ പ്ലേ ജസ്റ്റ് ഗിമ്മിക്കിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടറിന് ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ മെന്റൽ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള സ്ക്രീൻ പ്ലേ. കാരണം ഈ മൂവി ഫസ്റ്റ് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കും ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ് ഈ മെയിൻ ക്യാരക്ടറിനെ പോലെ. ഈ മൂവിയുടെ സ്റ്റോറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്യുന്നില്ല. ഇത് വ്യൂവേഴ്സിന് ഈ മൂവി ഒരു ചലഞ്ചാണ്. നമ്മൾ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരും. ഇതിലെ മെയിൻ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്ക് കാണുന്ന ആളുകളെ ഓർമ്മയില്ല, അറിയില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ സിനിമയിലെ തുടക്കത്തിൽ ഇതിന്റെ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല ഇവരാരാണ്, ഇവരുടെ മോട്ടീവ് എന്താണെന്നൊക്കെ. ഈ മൂവിയാണ് തമിഴിലെ ഗജനി എന്ന് പറയുന്ന മൂവിക്ക് ഇൻസ്പിറേഷൻ. ഈ മൂവി ഏതാണെന്ന് ഇതുവരെ മനസ്സിലാവാത്തവർക്ക് ഈ മൂവിയുടെ പേര് മെമെന്റോ എന്നാണ്. ആൻഡ് ഒരു ഫാക്ട് പറയാം, ഈ മൂവി കണ്ടിട്ടാണ് വാർണർ ബ്രോസ് നോളനെ സൈൻ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഡാർക്ക് നൈറ്റ് പോലത്തുള്ള ഒരു എപ്പിക് മൂവി കിട്ടിയത്.